എൻ്റെ പ്രണയം ഭാഗം 31. ഇത്രയും നാളും അവൻ അവളെ പ്രണയിച്ചതും അവളെ കണ്ടപ്പോൾ മുതൽ അവൻ ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവൻ്റെ ഓരോ വാക്കുകളും സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും ഞെട്ടലോടെയും ആണ് അവൾ കേട്ടുകൊണ്ടിരുന്നത്. കാരണം പലപ്പോഴും തന്നെ കാണാൻ വന്നതും തൻ്റെ പാട്ടുകൾ ആരും അറിയാതെ റെക്കോർഡ് ചെയ്തെടുത്തതും കളിക്കാൻ നേരത്ത് തനിക്ക് വേണ്ടി മാത്രം ബോൾ ചെയ്തതും അങ്ങനെ എല്ലാം അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇത്രയും നാളും താൻ അറിയാതെ പോയ ഹരിയുടെ പ്രണയത്തെക്കുറിച്ച് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. സംസാരിച്ചു കൊണ്ട് തന്നെ രണ്ടുപേരും അമ്പലത്തിനടുത്ത് ഇട്ടിരുന്ന ഹരിയുടെ കാറിനടുത്ത് എത്തി. ഹരി തന്നെയാണ് അവൾക്ക് കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു കൊടുത്തത്. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ കാറിലേക്ക് കയറി. അവനും ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു. കാറിൽ കയറുന്നതിന് മുമ്പ് അവൻ ക്ഷേത്രത്തിലേക്ക് ഒന്ന് നോക്കി. തൻ്റെ പ്രണയത്തെ തനിക്ക് തന്നതിന് അവൻ ആ നിമിഷം ദേവിയോട് നന്ദി പറഞ്ഞു. അവൻ കാറിലേക്ക് കയറി. രണ്ടുപേരും കാറിലിരുന്ന് സംസാരിച്ചു. ഇപ്പോൾ പൊന്നുവിന് പഴയതുപോലെ മടിയില്ലാതെ അവനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അവളുടെ മനസ്സിൽ മുഴുവനും ഹരി മാത്രമായി കൊണ്ടിരിക്കുകയായിരുന്നു. നിരഞ്ജൻ എന്ന അധ്യായത്തെ അവൾ പൂർണ്ണമായും തൻ്റെ മനസ്സിൽ നിന്നും പറിച്ചു കളഞ്ഞു. ഹരി പൊന്നുവിനെയും കൊണ്ട് ഏറ്റവും വലിയ സിറ്റിയിലെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പൊന്നു കാറിൽ നിന്നും ഇറങ്ങി ഹരിയുടെ അടുത്തേക്ക് വന്നു. ഹരി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഹരി അവളെയും കൊണ്ട് ഫാമിലി റൂമിലേക്കാണ് കയറിയത്. പൊന്നു, നിനക്കിഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈഡ് റൈസ് പറയട്ടെ? ഹരി ചോദിച്ചു. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എങ്ങനെ അറിയാമെന്നല്ലേ? നിന്റെ ഇഷ്ടങ്ങളെല്ലാം എനിക്കറിയാം, അവൻ പറഞ്ഞു. അവൻ അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഓർഡർ ചെയ്തു. ഇത് എന്തിന് ഇത്രയും? വേണ്ട ഹരിയേട്ടാ, അവൾ പറഞ്ഞു. സാരമില്ല, ആദ്യമായിട്ട് സ്നേഹത്തോടെ പൂർണ്ണ മനസ്സോടെ ഈ ഹരിയുടെ മാത്രമായി വന്നതല്ലേ, അതിൻ്റെ സന്തോഷത്തിന് എല്ലാം കഴിക്കണം, അവൻ പറഞ്ഞു. ഇത് മുഴുവനും കഴിക്കാനോ? എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, അതുകൊണ്ട് നമുക്കൊരുമിച്ച് കഴിക്കാം. ഹരിയേട്ടൻ ഇനി വേറെ ഒന്നും ഓർഡർ ചെയ്യേണ്ട, അവൾ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി കഴിക്കാൻ തുടങ്ങി. അവൻ തന്നെ അവൾക്ക് അവളുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തു. സംസാരിച്ചു കൊണ്ട് തന്നെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. വീണ്ടും അവൻ എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നത് കണ്ടതും ഇത് എന്തിനാ ഹരിയേട്ടാ, അവൾ ചോദിച്ചു. വീട്ടിൽ ഐറയും തപസ്യയും എല്ലാം ഉള്ളതല്ലേ, അവർക്കെല്ലാവർക്കും ഉണ്ട്, അവൻ പറഞ്ഞത് കേട്ടതും പൊന്നുവിൻ്റെ മനസ്സിൽ ഹരിയോടുള്ള ബഹുമാനവും സ്നേഹവും കൂടുകയാണ് ചെയ്തത്. അവർ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ട് പൂജയും അമ്മയും കയറി വരുന്നത് കാണുന്നത്. ഹരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന പൊന്നുവിനെ കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി. അവൾക്ക് പൊന്നുവിനോട് അസൂയ തോന്നാൻ തുടങ്ങി. കാരണം തൻ്റെ കണ്ണിൽ എപ്പോഴും നിരഞ്ജൻ മാത്രമായിരുന്നു. അന്ന് ഹരിയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ ദിവ്യ പറഞ്ഞിരുന്നു നിരഞ്ജനയിലും ഭംഗി ഹരിക്കാണ് കാണാനെന്ന്. പക്ഷേ താൻ അത് കാര്യമാക്കിയില്ല. പക്ഷേ നിരഞ്ജനും എറിക്കും തരുണും എല്ലാം കോളേജിൽ നിന്ന് പോയതിനു ശേഷം പൊന്നുവിനും കൂട്ടുകാർക്കും എപ്പോഴും ചുറ്റി ഹരിയും അവരുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അന്ന് തനിക്ക് അവരോട് ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ ഇന്ന് ഹരിയെക്കുറിച്ച് എല്ലാം അറിഞ്ഞപ്പോൾ നിരഞ്ജനെ വേണ്ടായിരുന്നു എന്ന് പോലും പൂജയുടെ മനസ്സിൽ തോന്നി. ഹരിയും പൊന്നുവും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ്, മോളെ, ഇത് ആ കുട്ടിയല്ലേ നിരഞ്ജൻ്റെ വീടിനടുത്തുള്ളത്? നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണാറുള്ളതല്ലേ? നമ്മുടെ കോളേജിൽ കൂടി പഠിപ്പിക്കുന്ന കുട്ടിയല്ലേ? പൂജയുടെ അമ്മ ചോദിച്ചു. അതെ, ഇതൾ, പൂജ പറഞ്ഞു. മോളെ, എന്തു പറയുന്നു, സുഖാണോ? ഹരിയുടെ ഒപ്പം വന്ന പൊന്നുവിനെ കണ്ട് പൂജയുടെ അമ്മ ചോദിച്ചു. അത് പൂജയുടെ അമ്മയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ സുഖമായിട്ടിരിക്കുന്നു ആൻറ്റി, അവൾ പറഞ്ഞു. അവരുടെ കണ്ണുകൾ ഹരിയിലേക്ക് ചെന്നു. ഇത് ആരാണ്? പൂജയുടെ അമ്മ പൊന്നുവിനോട് ചോദിച്ചു. ഇത് അവൾ എന്തോ പറയാൻ പോയപ്പോഴാണ് പൂജയുടെ അച്ഛൻ അങ്ങോട്ട് വന്നത്. ഹായ്, ഹലോ, ഹരിരുദ്രദേവ് അല്ലേ? പൂജയുടെ അച്ഛൻ ചോദിച്ചു. അതെ, എന്നെ മനസ്സിലായോ? അയാൾ വീണ്ടും ചോദിച്ചു. പിന്നെ അങ്കിളിനെ അറിയും, അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എപ്പോഴൊക്കെയോ കണ്ടിട്ടുമുണ്ട്, ഹരി പറഞ്ഞു. എന്താ ഇവിടെ? അയാൾ ഹരിയെയും പൊന്നുവിനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഇതൾ.
ഇന്നലെ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു. അപ്പോൾ ആളെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് വന്നതാണ് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച്, ഹരി പറഞ്ഞു. അതെയോ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുട്ടിയെ. എൻ്റെ ഈ നിൽക്കുന്ന മകൾ പൂജയെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. അതുമാത്രമല്ല, ഒരു കുടുംബം പോലെയാണ് അവർ കഴിയുന്നത്. പിന്നെ നമ്മുടെ കോളേജിലെ അധ്യാപിക കൂടിയാണ്, ഹരി പറഞ്ഞു. നമ്മുടെ കോളേജിലെ അധ്യാപിക എന്ന് പറഞ്ഞതും പൊന്നുവും പൂജയും അവളുടെ അമ്മയും ഹരിയെയും പൂജയുടെ അച്ഛനെയും നോക്കി. ഇത് എൻ്റെ ഭാര്യ ഇന്ദു, ഇത് ഞങ്ങളുടെ മകൾ പൂജ. ഞങ്ങൾക്ക് ഒരു മകൻ കൂടിയുണ്ട്, പ്രണവ്. അവൻ ഇപ്പോൾ വരും, പൂജയുടെ അച്ഛൻ പറഞ്ഞു. ഇന്ദു, ഇത് തെക്കേടത്ത് ജ്വല്ലറി ഉടമ രുദ്രപ്രതാപിൻ്റെയും അഡ്വക്കേറ്റ് ശിവകാമിയുടെയും ഒരേ ഒരു മകൻ, ഹരി രുദ്രദേവ്. പൂജയുടെ അച്ഛൻ അവരെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അത് കേട്ടതും പൂജയുടെ അമ്മയുടെ കണ്ണുകൾ വിടർന്നു. അവർ പൂജയെയും ഹരിയെയും ഹരിയുടെ അടുത്ത് നിൽക്കുന്ന പൊന്നുവിനെയും ഒന്ന് നോക്കി. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ, ഇയാളെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം പോകാൻ. ഹരി അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് നടന്നു. അപ്പോഴും ഹരിയുടെ കൈകൾ പൊന്നുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർ ചെന്ന് കാറിലേക്ക് കയറി. പൂജയുടെ അച്ഛനും അമ്മയും പൂജയും അപ്പോഴും നോക്കി നിൽക്കുകയായിരുന്നു. എന്തു വില കൂടിയ കാറാണല്ലേ, പൂജയുടെ അമ്മ ഹരിയും പൊന്നും കയറിയ കാറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നല്ലാതെ, കോട്ടയത്തെ പണക്കാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് തെക്കേടത്തെ ഫാമിലി. അവിടുത്തെ ഒരേയൊരു അനന്തരാവകാശിയാണ് ഇപ്പോൾ പോയ ഹരി. പക്ഷേ അതിന് യാതൊരുവിധ അഹങ്കാരങ്ങളും ഇല്ലാത്ത സാധാരണ ചെറുപ്പക്കാരെ പോലെ തന്നെ എല്ലാവരോടും പെരുമാറുന്ന ഒരു പയ്യൻ. ഏതൊരു പെൺമക്കളുള്ള അച്ഛനമ്മമാരും ആഗ്രഹിക്കും അതുപോലെയുള്ള ഒരു വീട്ടിലേക്ക് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ. അതുമാത്രമോ, അതുപോലുള്ള ഒരു മരുമകനെയും. പഠനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ തെക്കെടുത്ത് ജ്വല്ലറിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ പോയ ഹരിയാണ്. ഹരിയുടെ അച്ഛൻ നമ്മുടെ കോളേജ് ഉൾപ്പെടെ ഇന്ത്യക്ക് അകത്ത് തന്നെ 2 കോളേജുകൾ അവർക്കുണ്ട്. അതെല്ലാം അച്ഛനാണ് നോക്കി നടത്തുന്നത്. ശരിക്കും അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ മലയാളി ബിസിനസ്സുമാരിൽ മുൻപന്തിയിൽ ഉള്ള ഒരാളാണ്. അയാൾ പറഞ്ഞുകൊണ്ട് ഫാമിലി റൂമിലേക്ക് അവർ ഭക്ഷണം കഴിക്കാനായി കയറി. എന്നാലും ഏട്ടന് പരിചയമുണ്ടായിരുന്നോ? എങ്കിൽ നമ്മുടെ മകൾ പൂജയ്ക്ക് വേണ്ടി ഈ പോയ ചെറുപ്പക്കാരനെ നോക്കിയാൽ പോരായിരുന്നോ? എന്തുകൊണ്ടും നിരഞ്ജനേക്കാൾ കാണാനും സുന്ദരനാണ്. പണവും സ്വത്തും എല്ലാം കൊണ്ടും മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ്, പൂജയുടെ അമ്മ പറഞ്ഞു. ഞാൻ ആലോചിച്ചതാ, പക്ഷെ നിന്റെ ഈ മോൾക്ക് നിരഞ്ജനെ തന്നെ വേണമെന്നുള്ള വാശിയായിരുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ, പൂജയുടെ അച്ഛൻ പറഞ്ഞു. നമ്മുടെ കോളേജിൻ്റെ 60% ഇവരുടെയാണ്. ബാക്കി 40%-ത്തിൽ 10% മാത്രമേ എൻ്റെ ഉള്ളൂ, പൂജയുടെ അച്ഛൻ പറഞ്ഞു. പൂജയുടെ അമ്മയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി. പൊന്നുവിനോട് അസൂയയും. അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് അവൾക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി. കാരണം ഹരിയെപ്പോലെ ഒരാളെ പൊന്നുവിന് കിട്ടുന്നതിൽ അവൾക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. എന്നാൽ അവൾ അത് പുറത്ത് കാണിക്കാതെ ഭക്ഷണം ഓർഡർ ചെയ്തു. എന്നാലും ശിവേട്ട, നല്ലൊരു ബന്ധമായിരുന്നു. നമുക്കൊന്ന് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എന്നാലും എങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച്? അവരൊക്കെ നമ്മളെക്കാളും സാധാരണക്കാരായി ജീവിക്കുന്നവരല്ലേ? ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഏതു സ്കൂളിലെ അധ്യാപകരാണ്. ഇവരെ പോലെയുള്ള ആളുകൾ അത്രയും സാധാരണക്കാരായ ഒരു ഫാമിലിയെ വിവാഹം ആലോചിക്കുക എന്നൊക്കെ പറയുന്നത്, പൂജയുടെ അമ്മ പറഞ്ഞതും ഇനി ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നതാണോ? പ്രണയമായിരിക്കുമോ? അത് പൂജയുടെ അമ്മ ചോദിച്ചതും പൂജയുടെ മനസ്സിലേക്ക് ഹരി പൊന്നുവിനെ കാണാൻ സ്റ്റാഫ് റൂമിലേക്ക് വന്നതും അവളെയും കൊണ്ട് ഉച്ചയ്ക്ക് പോയതും എല്ലാം മനസ്സിലേക്ക് വന്നു. അവൾ ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പൂജയുടെ അമ്മയുടെ മനസ്സിൽ ഒരു നഷ്ടബോധമായിരുന്നു. തൻ്റെ മകൾക്ക് ആ പയ്യനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നായിരുന്നു പൂജയുടെ അമ്മ ആലോചിച്ചത്. എന്നാൽ അത് തന്നെയായിരുന്നു പൂജയുടെ അച്ഛൻ്റെയും മനസ്സിൽ. മകളുടെ വാശിക്ക് നിന്ന് കൊടുത്തതാണ് നിരഞ്ജനെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ. എന്നാൽ ഇതേ സമയം പൊന്നും ഹരിയും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന തൻ്റെ പ്രണയം അവൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചതും അവളുടെ ചുണ്ടുകളെ ചുംബിച്ചതും എല്ലാം ഹരിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ അടുത്തിരിക്കുന്ന പൊന്നുവിനെ നോക്കി. അതേസമയം തന്നെയാണ് അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഹരി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചു. പൊന്നു, ഇന്ന് നടന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നീ എൻ്റെ ആകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് നീ എന്നെ മനസ്സിലാക്കുമെന്നും എൻ്റെ ഇഷ്ടത്തെ സ്വീകരിക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഒരുപാട്
ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഈ ദിവസം എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല. ഹരി പറഞ്ഞു. തന്നെ ഹരി എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓരോ നിമിഷവും മനസ്സിലാക്കുകയായിരുന്നു പൊന്നു. പിന്നീട് രണ്ടുപേരിലും നിശബ്ദതയായിരുന്നു. അപ്പോഴാണ് ഹരി അവൻ്റെ കാറിലെ സിസ്റ്റം ഓൺ ചെയ്തത്. അതിലെ പാട്ട് കേട്ടതും പൊന്നു അവനെ കണ്ണുകൾ മിഴിച്ചു നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത് എൻ്റെ പെണ്ണ് പാടിയ പാട്ട് തന്നെയാണ്. എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ മറ്റു ഗായകരെക്കാൾ കൂടുതൽ എൻ്റെ പെണ്ണിൻ്റെ പാട്ടായിരിക്കും. കാറിൽ മാത്രമല്ല, ഈ ഫോണിൽ, എൻ്റെ റൂമിലെ സിസ്റ്റത്തിൽ, എൻ്റെ ലാപ്ടോപ്പിൽ എല്ലാം എൻ്റെ പെണ്ണ് പാടിയ പാട്ടായിരിക്കും കൂടുതൽ. അവൻ പറഞ്ഞുകൊണ്ട് അവൾ പാടുന്നത് അനുസരിച്ച് അവനും മൂളിത്തുടങ്ങി. അവൾ അവനെ നോക്കിയപ്പോൾ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് അവൾ പാടുന്നതനുസരിച്ച് അവൻ ആ പാട്ടിൻ്റെ വരികൾ മൂളിത്തുടങ്ങി. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോൽ പൂവമ്പലമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. പൊന്നുവിൻ്റെ വീടെത്തിയത് പോലും അറിഞ്ഞില്ല. ആ പാട്ടിൽ ലയിച്ചിരിക്കുകയായിരുന്നു ഹരി. പൊന്നുവിൻ്റെ വീട്ടിലെത്തിയതും ഹരി കാറിൽ നിന്നും ഇറങ്ങി. അവർ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിയ ഫുഡിൻ്റെ കവറും എടുത്ത് പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതാ എല്ലാവർക്കും കൊടുക്ക്, സമയം ലേറ്റായി, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവോ? ഹരി ചോദിച്ചു. അപ്പോഴാണ് കാറിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന പൊന്നുവിൻ്റെ അച്ഛനെയും അമ്മയെയും തരുണിനെയും കാണുന്നത്. മോനെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ, പൊന്നുവിൻ്റെ അച്ഛൻ വിളിച്ചു. അവൻ പൊന്നുവിനെ ഒന്ന് നോക്കി, പിന്നെ അകത്തേക്ക് ചെന്നു. ഇരിക്ക്, പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞതും ഹരി അവിടെ ഇരുന്നു. പൊന്നു കയ്യിലെ കവർ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താ ഇത്? അമ്മ ചോദിച്ചു. അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഇവിടെയുള്ളവർക്ക് കൂടി വാങ്ങിയതാണ്, ഹരി പറഞ്ഞു. എന്തിനാ മോനെ, ഇവിടെ ഞങ്ങൾ എല്ലാവർക്കുള്ളത് ഉണ്ടാക്കി, അമ്മ പറഞ്ഞു. അത് ഇവിടെ എനിക്കൊരു കുഞ്ഞനുജതിയില്ലേ, എവിടെയാണ്? ഹരി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആള് പഠിക്കുകയാണ്, പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഹരി ചോദിച്ചു. ഇല്ല, കഴിക്കാൻ സമയമാവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശിയും അങ്ങോട്ട് വന്നു. മുത്തശ്ശിയെ കണ്ടതും ഹരി എഴുന്നേറ്റു. ഇരിക്കും മോനെ, മുത്തശ്ശി പറഞ്ഞു. കുറച്ചു നേരം ഹരി എല്ലാവരുമായി സംസാരിച്ച് നിന്നതിന് ശേഷം തിരിച്ചു പോകാനായി ഇറങ്ങി. പോകുമ്പോൾ അവൻ പൊന്നുവിനെ ഒന്നുകൂടി നോക്കി. അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി മതിയായിരുന്നു ഹരിക്ക്. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. മോളെ, എന്നെ ഫ്രഷ് ആയിട്ട് വാ, അമ്മ പറഞ്ഞു. നിങ്ങൾ കഴിച്ചോ അമ്മേ? ഞാൻ കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നു, പൊന്നു പറഞ്ഞു. അത് കേട്ടതും ഐറ പൊന്നുവിനെ ഒന്ന് നോക്കി. എന്നാ മോള് പോയി കിടന്നോ, ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഹരി വാങ്ങിക്കൊടുത്ത കവറുമായി കിച്ചണിലേക്ക് പോയി. അമ്മയുടെ പുറകെ തരുണും പോയി. മുത്തശ്ശിയും പൊന്നുവിൻ്റെ അച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊന്നു മുകളിലേക്ക് കയറിപ്പോയി. അവളുടെ പുറകെ തന്നെ ഐറയും പോയി. പോയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഐറ പുറകെ കൂടിയത് എന്ന് മനസ്സിലായി. റൂം എത്തിയതും ഐറ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇവിടെ നിന്ന് പോയ പൊന്നു അല്ലല്ലോ ഈ വന്നിരിക്കുന്നത്. എന്താണ്, ഞങ്ങളെ ഹരിയേട്ടനെ സ്വീകരിക്കാൻ തയ്യാറായോ മനസ്സുകൊണ്ട്? ഐറ ചോദിച്ചതും പൊന്നു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു. താങ്ക് യു, എനിക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് തന്നതിന്. നിങ്ങളുടെ ഹരിയേട്ടൻ എൻ്റെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ആ മനുഷ്യൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്നെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുകയാണ്. ആ സ്നേഹം കണ്ടില്ല എന്ന് ഞാൻ വെച്ചാൽ ഒരിക്കലും ദൈവം എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെ ഹരിയേട്ടനെ ഞാൻ മനസ്സുകൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് തുടങ്ങുകയാണ്. ഇനി പൊന്നുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളും കടന്നു വരില്ല. എന്നെ സംശയത്തിൻ്റെ പേരിൽ വേണ്ട എന്ന് വെച്ച ആളിനേക്കാൾ നല്ലതല്ലേ എന്നെ പ്രാണനെപ്പോലെ, എന്നെ പ്രണയത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാതെ മൗനമായി പ്രണയിച്ചു കൊണ്ടിരുന്ന എൻ്റെ ഹരിയേട്ടനെ ഞാൻ സ്നേഹിക്കുന്നത്? അവൾ ചോദിച്ചതും ഐറ അവളെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. ഇതാണ് പൊന്നു നല്ലത്. ഇതാണ് ഞങ്ങളുടെ പൊന്നുവിന് ഞങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. ഹരിരുദ്രദേവ് എന്നും ഞങ്ങളുടെ ഇതളിൻ്റെ മാത്രമായിരിക്കും. അതാണ് ഞങ്ങളുടെ ഇതളിനായി ദൈവം വിധിച്ചിരിക്കുന്നത്. അത്
ഒരു നിരഞ്ജനും ഒരു പൂജയ്ക്കോ ആർക്കും മാറ്റാൻ പറ്റില്ല. ഇനി നിന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഹരിയേട്ടൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കിപ്പോൾ അറിയാം. എൻ്റെ പൊന്നുവിൻ്റെ ഈ കണ്ണിലെ സന്തോഷം, ഈ ചുണ്ടിലെ പുഞ്ചിരി, ഈ കണ്ണുകളിലെ തിളക്കം എല്ലാം അത് വിളിച്ച് പറയുന്നുണ്ട്, ഐറ പറഞ്ഞു. അപ്പോഴാണ് താഴെ നിന്നും ഐറയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. ഞാൻ ഒന്ന് ഫ്രഷായി കിടക്കട്ടെ, മനസ്സ് ശാന്തമായി, എനിക്ക് ഉറങ്ങണം, പൊന്നു പറഞ്ഞു. ഉറങ്ങിക്കോ, നാളെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഞങ്ങളുടെ പൊന്നു പഴയതിനേക്കാൾ സ്മാർട്ടായിട്ടിരിക്കണം, ഞങ്ങളുടെ ഹരിയേട്ടൻ്റെ മാത്രമായിട്ടിരിക്കണം, ഐറ പറഞ്ഞു. നിനക്ക് നിൻ്റെ എറിക്കേട്ടനേക്കാളും ഇഷ്ടം ഹരിയേട്ടനെയാണോ? പൊന്നു ചോദിച്ചു. അതെ, കാരണം അത് ഞങ്ങളുടെ പൊന്നുവിനെ സ്നേഹിക്കുന്ന ആളാണ്, ഞങ്ങളുടെ പൊന്നുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളാണ്. അപ്പോൾ നിന്നെപ്പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹരിയേട്ടനെയും സ്നേഹിക്കുന്നുണ്ട്, ഐറ പറഞ്ഞു. ഐറ! തരുണിൻ്റെ വിളി കേട്ടതും ഞാൻ ചെല്ലട്ടെ, അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ ഇങ്ങോട്ട് കലിത്തുള്ളി വരും എന്ന് പറഞ്ഞ് ഐറ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു. പൊന്നു കുറച്ചു നേരം കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. അവളുടെ മനസ്സിലേക്ക് ഇന്ന് ആ അമ്പലക്കുളത്തിൽ വെച്ച് അവൻ ചുംബിച്ചതും തിരിച്ച് താൻ ചുംബിച്ചതും എല്ലാം കടന്നു വന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും അവളൊന്ന് ഞെട്ടി ഫോണിലേക്ക് നോക്കി. ഹരിയാണ്. എന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നോ? ഫോൺ എടുത്തതും ഹരി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. പറ പൊന്നു, എന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നോ? അവൻ ചോദിച്ചതും അതെ, അവൾ പറഞ്ഞു. അപ്പോൾ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ, അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാനും കണ്ടതല്ലേ ഉള്ളൂ, പക്ഷേ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു, ഹരി പറഞ്ഞു. അതിന് ഇപ്പോൾ എന്താ ചെയ്യാം? അവൾ ചോദിച്ചു. ഞാൻ ഒന്നുകൂടി വരട്ടെ അങ്ങോട്ട്? ഹരി ചോദിച്ചതും എൻ്റെ പൊന്നു ഹരിയേട്ടാ, ചതിക്കല്ലേ, വീട്ടിലേക്ക് ചെല്ല്, വീട്ടിലെത്തിയിട്ട് എന്നെ വിളിക്ക്, അവൾ പറഞ്ഞു. വേണ്ട, എൻ്റെ ഒപ്പം വീടെത്തുന്നതുവരെ ഫോണിലിരിക്കാവോ? അവൻ വാശി പിടിച്ചതും അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ ഇരുന്നു. ഫോൺ ചെവിയോട് ചേർത്ത് അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് അവളും ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹരി വീട്ടിലെത്തിയതും ഞാൻ ഫ്രഷായി വന്നിട്ട് വിളിക്കാട്ടോ, ഉറങ്ങില്ലല്ലോ? അവൻ ചോദിച്ചു. ഇല്ല, എനിക്കും ഒന്ന് ഫ്രഷാവണം, അവൾ പറഞ്ഞു. എന്നാൽ വേഗം ചെന്ന് ഫ്രഷായിട്ട് വാ, അപ്പോഴേക്കും ഞാനും ഫ്രഷായി വരാം, എന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു. ആ ഫോണും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു പൊന്നു. അവളുടെ മനസ്സ് നിറയെ ഹരിയായിരുന്നു. ഹരിയുടെ ചുണ്ടുകളിലെ തണുപ്പും അവൻ്റെ കണ്ണുകളിലെ പ്രണയവും എല്ലാം തൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവളുടെ കൈകൾ അറിയാതെ അവൻ ചുംബിച്ച ചുണ്ടിലേക്ക് എത്തിയതും അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇതേ സമയം നിരഞ്ജൻ വീട്ടിൽ ദേഷ്യത്തിൽ ഇരിക്കുകയായിരുന്നു. പൂജ വിളിച്ച് ഹരിയെയും പൊന്നുവിനെയും കണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. അതുകൂടി കേട്ടതും നിരഞ്ജൻ്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.